എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് 3 മാസത്തിലെ പെൻഷൻ തുകയായി 4800 രൂപ വരെ വിതരണം ചെയ്തേക്കാൻ സാധ്യത. ക്രിസ്മസിന് മുന്നോടിയായി 2-3 മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിധവാ പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ആനുകൂല്യം എത്തിച്ചേരാൻ സാധ്യതയുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തിരക്കിട്ട നിലവിൽ തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്താൽ പോലും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 4 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായി 6400 രൂപ വീതം എത്തിച്ചേരാനുള്ള സാഹചര്യത്തിലാണ് സുപ്രധാന നീക്കം. പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയായി ആയിരിക്കുകയാണ്. ജനുവരി മാസം അവസാനത്തോടുകൂടി ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണം നടത്തുമ്പോഴും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നത് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ആണെന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുകയാണെങ്കിൽ 2 ഘട്ടങ്ങളിലായിട്ടാകും തുക എത്തിച്ചേരുക. പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സഹകരണ കൺസ്യൂസത്തിൽ നിന്നും 3000 കോടി രൂപ കടമെടുക്കുന്നതിന് പുറമെയാണ് 1125 കോടി രൂപയുടെ കടപത്രങ്ങൾ ഇറക്കി തുക സമാഹരിക്കാനും സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. കടപത്ര ലേലം ചൊവ്വാഴ്ച RBIയുടെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇക്ബൽ സംവിധാനം വഴി നടക്കുന്നതാണ്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ ആകെ കടം 31,972 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്യും. ശമ്പളം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ ഏറ്റുപോയ ചെലവുകൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി 15,000 കോടി പ്രതിമാസം കേരളത്തിന് പണം വേണം. അതിനാൽ തന്നെ വായ്പാ പിരിവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് വീണ്ടും കത്ത് നൽകി. അതായത് 900 കോടിയെങ്കിലും അടുത്ത 3 മാസം കേരളത്തിന് കടമെടുപ്പിലൂടെ സ്വരൂപിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാൻ സർക്കാരിന് കഴിയില്ല. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് സെസ് ഏർപ്പെടുത്തിയത് വഴി ഖജനാവിലേക്ക് ലഭിച്ചിരിക്കുന്നത് 17,216 കോടി രൂപയാണ്. ഇതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ, കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ, 1000 cc കൂടുതലുള്ള എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാതെയുള്ള വാഹനങ്ങൾ ഉള്ളവർ, സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ, AC ഉള്ള ഭവനത്തിൽ താമസിക്കുന്നവർ, സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണമെന്ന് വിവിധ ജില്ലകളിലെ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്.